കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലാണ് കേരളത്തിന്റെ വളർച്ച എന്നത് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളം വളർന്നുകൊണ്ടേയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ KSRTC ഇനി സമ്പൂർണമായി ഹൈടെക് ആകുകയാണ്. എല്ലാ വിവരങ്ങളും ഇനി വിരൽത്തുമ്പിൽ ലഭിക്കും. ബസ് എവിടെ എത്തി, സ്റ്റോപ്പിലെത്താൻ എത്ര സമയമെടുക്കും, സീറ്റ് ഉണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ഇനി കൈവെള്ളയിൽ ഇരിക്കുന്ന ഫോണിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ബസ്സിനുള്ളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. ടിക്കറ്റ് എടുക്കാൻ പേഴ്സ് തപ്പണ്ട, UPI ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കാവുന്നതാണ്. പരിചയമില്ലാത്ത സ്ഥലമാണ്, ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെത്താൻ എത്ര സമയമെടുക്കും എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ സാധിക്കും. റൂട്ടിൽ അടുത്തതായി വരുന്ന ബസ്സിന്റെ വിവരവും തത്സമയം നമുക്ക് അറിയാം. ഇതൊക്കെ ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്നാൽ അടുത്ത മാസം മുതൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. KSRTC മൊബൈൽ ആപ്പിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. KSRTC മൊബൈൽ ആപ്പിന്റെ ലൈവ് ബസ് ട്രാക്കിംഗ് സംവിധാനത്തിന്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞത് എല്ലാം. 4000-ലധികം ബസിന്റെ വിവരങ്ങളും റൂട്ടും സമയവും ആപ്പിലുണ്ട്. KSRTCയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ മെയിൽ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് KSRTCയിലെ മാറ്റങ്ങൾ. ഫയലിംഗ്. KSRTC ഡിപ്പോകളിൽ ഈ ഫയലിംഗ് സംവിധാനം നടപ്പിലാക്കും. അതോടെ 93 ഡിപ്പോയും ഫയലുകൾ പേപ്പർലെസ് ആയി മാറുന്നതായിരിക്കും. ഇതിനാവശ്യമായ സംവിധാനം ഒരുക്കിയത് MLA ഫണ്ട് ഉപയോഗിച്ചാണ്. കാർഡ് ഇനി എടുത്തത് പുറത്തിറക്കും. ടിക്കറ്റ് എടുക്കുക, മറ്റ് ഇടപാടുകൾക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുന്ന കാർഡ് അവതരിപ്പിക്കുന്നതായിരിക്കും. റീചാർജ് ചെയ്ത് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. സ്മാർട്ട് കാർഡായി സ്റ്റുഡൻസ് കൺസെഷൻസ് കാർഡുകൾ. ഇനി സ്മാർട്ട് കാർഡ് രൂപത്തിലായിരിക്കും ഇത് ലഭ്യമാകുന്നത്. ആപ്പ് വഴി കാർഡ് പുതുക്കാനും കോഴ്സ് കഴിയും വരെ ഉപയോഗിക്കാനും സാധിക്കുന്നതായിരിക്കും. ആവശ്യമായ കാലയളവിലേക്ക് മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും. പ്രീപെയ്ഡ് ട്രാവൽ കാർഡ് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ യാത്ര ചെയ്യാം പ്രീപെയ്ഡ് ട്രാവൽ കാർഡ് ഉപയോഗിച്ച്. CCTV എല്ലാ ബസ്സുകളുടെയും മുൻഭാഗത്തും പുറകിലും ഉൾവശത്തും ബസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറ സ്ഥാപിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ ഡിസ്പ്ലേ. പ്രധാന ബസ് സ്റ്റോപ്പുകൾ, ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ വിവരങ്ങൾ അറിയാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിക്കുന്നതായിരിക്കും.